നേതൃത്വമായി ഇടഞ്ഞു ശശി തരൂരുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ, ചില വിവരങ്ങൾ കോൺഗ്രസിൽ നിന്ന് ഇന്ന് വരുന്നുണ്ട്. അത് അനുനയ നീക്കവുമായി ബന്ധപ്പെട്ടാണ്. രാഹുൽ ഗാന്ധി തരൂരുമായി സംസാരിക്കുമെന്നാണ് പുതിയ വിവരം. ശശി തരൂരിന്റെ പ്രയാസങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. മുങ്ങാൻ പോകുന്ന കപ്പലിലേക്ക് തരൂർ പോകില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. മഹാപഞ്ചായത്തിന്റെ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാത്തൊരു കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രയാസമുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കുറ്റമല്ല. അദ്ദേഹത്തിന് എഴുതി കൊടുത്ത ആ ലിസ്റ്റാണ് അദ്ദേഹം വായിച്ചത്. അതല്ലാതെ ശ്രീ ശശി തരൂരിന് മനഃപൂർവ്വം ഒഴിവാക്കാൻ ഒരിക്കലും രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിനെ പോലത്തെ ഒരു നേതാവിന് ഇങ്ങനെ പ്രയാസമുണ്ടായത് തീർച്ചയായിട്ടും പാർട്ടി അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ നീക്കുന്ന. അമൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അമൽ, ഈ നേതൃത്വമായി ഇടഞ്ഞിൽക്കുന്ന ശശി തരൂർ എന്ന് പറയുന്നിടത്തൊരു അനുനയ നീക്കത്തിന്റെ സാധ്യതകൾ തേടുകയാണ് കോൺഗ്രസ്. കെ മുരളീധരന്റെ പ്രതികരണം ആ ദിശയിൽ സൂചനകൾ നൽകുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ CPM-ലേക്കും ഇടതുപക്ഷവുമായി അടുക്കുന്നു എന്നൊക്കെ ഇന്നലെ ചില അഭ്യൂഹങ്ങൾ ആ നിലയിലേ നമുക്ക് പറയാൻ കഴിയും. അതിന് അപ്പുറത്തേക്ക് വല്ല കാര്യവുമുണ്ടോ? ആ വാർത്തകൾക്ക് പിന്നിൽ, ആ പ്രചാരണത്തിന് പിന്നിൽ ഇപ്പോഴത്തെ ശശി തരൂരിന്റെ കോൺഗ്രസിലെ ഇടം എവിടെയാണ്? ഏത് തരത്തിൽ പരിഹരിക്കാനുള്ള ശ്രമമാണ്? ശശി തരൂരിന് കോൺഗ്രസിൽ കൃത്യമായ പ്രാധാന്യം കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നു. മാത്രമല്ല പല വിഷയങ്ങളിലും തരൂർ അവഗണിക്കപ്പെടുന്നുണ്ട്. അവഗണിക്കപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് തരൂർ പാർട്ടിയെയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെയും അടക്കം പ്രതിസന്ധിയിലാക്കുകയും സർക്കാരിനെയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും എല്ലാം പൂഴ്ത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നേരത്തെ പക്ഷേ അങ്ങനെ ഈ ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും തരൂരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ തരൂരിനെ പൂർണ്ണമായും അങ്ങ് അവഗണിക്കുക എന്നുള്ളതാണ്. തരൂരിന്റെ ഇത്തരം പരാമർശങ്ങളെ അവഗണിക്കുക, അതിന് മറുപടി നൽകേണ്ടതില്ല എന്നൊരു പൊതു തീരുമാനത്തിലേക്ക് നേതാക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് ആ വിഷയത്തിൽ അത് തരൂരിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് മാത്രം ഒഴിവാക്കുകയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ മഹാപഞ്ചായത്തിൽ എത്തുമ്പോൾ പോലും തരൂരിന് കൃത്യമായ ഒരു പരിഗണന ലഭിക്കുന്നില്ല. രാഹുൽ ഗാന്ധി പേര് പോലും വായിച്ചില്ല. അത്തരത്തിൽ പല വിഷയങ്ങളിലും അതൃപ്തിയിലായിരുന്നു തരൂർ. അതിനാൽ തന്നെ തരൂർ ക്യാമ്പിൽ നിന്നും ഒരു വാർത്ത പുറത്തേക്ക് പോകുന്നു. ശശി തരൂർ ഇടതിനോട് അടുക്കുന്നു എന്നുള്ള തരത്തിലൊരു വാർത്ത വരുന്നു. ആ വാർത്ത സജീവ ചർച്ചയാകുന്നു. ആ വാർത്തയെയും അത്തരത്തിലുള്ള നീക്കങ്ങളെയും കോൺഗ്രസ് നേതൃത്വം കാണുന്നത് തരൂരിന്റെ ഒരു സമ്മർദ്ദ തന്ത്രമായാണ്. കോൺഗ്രസിൽ തനിക്ക് ലഭിക്കേണ്ട പ്രാധാന്യം ലഭിക്കുന്നില്ല എങ്കിൽ മറ്റ് സാധ്യതകൾ ഉണ്ട് എന്നൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് അത്തരം വാർത്തകളിലൂടെയും അത്തരം നീക്കങ്ങളിലൂടെയും ആ ക്യാമ്പ് ചെയ്തത്. അതിലെന്തായാലും കോൺഗ്രസ് നേതൃത്വം പരസ്യമായ ഒരു പ്രതികരണത്തിനോ രാഹുൽ ഗാന്ധി തരൂരുമായി സംസാരിക്കുന്നതടക്കമുള്ള വിവരങ്ങൾ